ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണോ? നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ മത്തിക്കറി നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു 250 ഗ്രാം മത്തിയാണ് എടുത്തിട്ടുള്ളത്. ചില നാട്ടിലേക്കൊക്കെ ചാളാന്ന് പറയും, ഞങ്ങളുടെ ഇവിടെയൊക്കെ മത്തി എന്നാണ് കേട്ടോ പറയുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളിയാണ്. ആ ചുവന്നുള്ളി എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം ഗ്രേവി ഉണ്ടാവും, ടേസ്റ്റും കൂടും. എന്നിട്ട് അതിൽ കുറച്ച് ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. ഇതൊക്കെ ഞാൻ ചോപ്പറിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത്, ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വാളംപുളിയാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളി ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് മത്തി തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് തരം മീനും ഇതുപോലെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അത് നന്നായി പൊട്ടി വരുമ്പോൾ കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി അത് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണേ. ഇത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 മുതൽ 1.5 സ്പൂൺ വരെ സാദാ മുളക് പൊടി, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സമാസമം എടുക്കാം. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂൺ വരെ ആവാം. പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഞാൻ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ട് വഴണ്ടി വരണം. തക്കാളിയൊക്കെ നന്നായി ഉടച്ചെടുത്തതിന് ശേഷം ഇത്രയും പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒന്നും കൂടി പിഴിഞ്ഞൊഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് നല്ല മത്തിക്കുട്ടന്മാരെ ഇട്ട് കൊടുക്കാം. മസാലയും തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കണം. എന്നിട്ട് വേണം മീൻ കഷ്ണങ്ങളെ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം ഒരു 10-15 മിനിറ്റോളം തിളപ്പിച്ച് നല്ല മീനിൽ പുളി മുളകൊക്കെ പിടിക്കണം. അതിനുശേഷം നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് മൂടി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഉള്ളിയില്ലേ, അത് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റി കൊടുക്കണം. നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് തീ ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് 1/2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക രുചിയും മണവും ഒക്കെ കിട്ടും. ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.